ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ. തസ്നിക്ക് എന്തെങ്കിലും ചോദിക്കാണ്ട് ഇനി എന്തെങ്കിലും ഡിമാൻഡൊക്കെ ഉണ്ടോ? ഏയ് എന്ത് ഡിമാൻഡ്? ഉമ്മാൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ? ആരെ? കാക്കൂൻ്റെ ഉമ്മാൻ്റെ. ഓഹോ, ഹെൽത്തൊക്കെ ഓക്കെയാണ്. ഉമ്മാൻ്റെ ഹെൽത്തൊക്കെ ചോദിക്കുന്നുണ്ട്. പണിക്കര് പറഞ്ഞു ബി ഇവളെന്നെ. ഉമ്മാക്ക് എത്ര പ്രായമുണ്ട്? ഉമ്മാക്കൊരു 50-55 ഉണ്ടാവും. ഓ എന്തിയേ? അല്ല, ഉമ്മാക്ക് ഈ ഷുഗറും പ്രഷറൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാ? ഇല്ല, അതങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. എന്ത് ചോദിക്കാൻ കാരണം? അല്ല, ഈ ഷുഗറും പ്രഷറൊക്കെ ഉണ്ടെങ്കിലേ അതിന് പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ചോദിച്ചതാ. ഓഹോ, കല്യാണം കഴിക്കുന്നപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ മാത്രമൊന്നുമല്ലല്ലോ. അതൊക്കെ നിങ്ങളിപ്പോൾ പറയും. അല്ല, നിങ്ങളെ പെരയിലെ ചെറിയ മോനാന്നല്ലേ പറഞ്ഞ്? ആ തന്നെ. ആ, അപ്പോൾ കുഴപ്പമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ എന്താ കുഴപ്പം? അല്ല, ഈ മൂത്ത മോനാണെങ്കിലേ ഓർക്കാവുമല്ലോ പെരയിലെ പ്രാരാബ്ദം മുഴുവൻ. ഇളയ മോനാവുമ്പോൾ അങ്ങനത്തെ സീനൊന്നുമില്ല. ഓ, അല്ല, നിങ്ങൾക്ക് ഈ സേവിങ്സ് എന്തെങ്കിലും ഉണ്ടോ? സേവിങ്സ് ഈ SIP, മ്യൂച്വൽ ഫണ്ട്, FD അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അങ്ങനൊന്നുമില്ല. നാട്ടിലെ ഷംസ് വെച്ച ചെറിയൊരു കുറിയുണ്ട്. അതിലിപ്പോൾ ഒരു 50,000 ഉണ്ടാവും. നിങ്ങൾക്ക് 28 വയസ്സായിന്നല്ലേ പറഞ്ഞത്? ഈ പ്രായത്തിനിടയ്ക്ക് നല്ലൊരു സേവിങ്സ് കൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലേ? നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാണ്ടോ? മിസ്റ്റർ അബ്ദുൽ ലത്തീഫ്, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാണ്ടോ? തസ്നി ഷുഗർ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ എന്തിനാ ഷുഗർ ചെക്ക് ചെയ്യണേ? എനിക്കതിനുള്ള പ്രായം നാട്ടില്ലല്ലോ. നിക്കാഹ് കഴിഞ്ഞാൽ എനിക്ക് ഷുഗർ എന്ന് എന്താ ചെയ്യുക? അപ്പം നമ്മൾ നിക്കാഹ് ചെയ്യുന്നതല്ലേ, പാർട്ട്നേഴ്സ് ആവും. അതൊക്കെ പോട്ടെ. തസ്നിക്ക് ഇപ്പം എത്ര സേവിങ്സ് ഉണ്ട്?